ഇന്ന് രാവിലെ നാസി സുബൈക്ക് പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് നമ്മളെ വീട്ടിലൊരു നോമ്പോറൊക്കെ ഉണ്ട്. തറവാട്ടിലെ എല്ലാവരെയും കൂടെ വീട്ടിലേക്ക് നോമ്പുറക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു നാസ്നീൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ നോമ്പോറയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാസ്നീൻസ് നോമ്പോറാണ്, ഞായറാഴ്ച നോമ്പോറ. നാസി ഇതവിടെ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ ഹെൽപ്പറാണ്. അപ്പം നമ്മള് എന്റെ ഹെൽപ്പറാണ്. ഡാമിയും പാപ്പും പഠിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നാസ് പറയാട്ടോ. ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? നാസിന്റെ വകയാണ് ഇന്ന് ബിരിയാണി, ബീഫ് ബിരിയാണി. പിന്നെ നമ്മള് ഇപ്പൊ പച്ചക്കറി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. ഓരോന്നായിട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബീഫ്, അതേപോലെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് നാസിയാണ്. അപ്പോൾ അതിന് വേണ്ട കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി കേട്ടോ കിച്ചണിൽ. നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കിഴങ്ങ് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കിഴങ്ങെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് വേവിക്കാം. ഞാൻ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് വേവിക്കുന്നത്. പിന്നെ ഇതാ ബാക്കി എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണിലെല്ലാ സാധനങ്ങളും വേവിക്കാനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വാഷ് ചെയ്യാനുള്ളതും അതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടു കേട്ടോ. വീട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഫുഡുകൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഫിഷ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു നെയ്മീൻ കറി ഉണ്ടാക്കണം ഇന്ന് പത്തിരിക്ക് വേണ്ടിയിട്ട്. ഇന്നങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള മെനു എന്ന് പറയുന്നത് ഒരുപാട് മെനു ഒന്നും ഇല്ല കേട്ടോ. ഒരു ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി, അതുപോലെ പത്തിരി, അതിന് നെയ്മീൻ കറി കേട്ടോ, പിന്നെ ഒരു ബീഫ് വരട്ടും. അതാണ് മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത് വിചാരിച്ചത്. പിന്നെ സൈഡായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിന് കട്ട്ലേറ്റും അതേപോലെ പഴംപൊരിയും മാത്രമാണ് കേട്ടോ. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ കിഴങ്ങ് ആ ചൂടോടെ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ, ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോഴാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആവുക. ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയണം, ഇത്ര മെനു ഒക്കെ ഉണ്ടാക്കി കഴിയണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു 1 മണിയാകുമ്പോഴേക്കും ഞങ്ങളെല്ലാ കുക്കിങ്ങും കഴിയണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം ഞങ്ങൾ ഫിഷ് കറി, ബീഫ് ബിരിയാണി ഒക്കെ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ അവിടെ വരുന്നത് നോമ്പോർക്കാൻ? പിന്നെ എല്ലാരും വരും. നീയ വരും? അമ്മു വരും. ഓക്കെ. അപ്പൊ പാപ്പു വെയിറ്റ് ചെയ്തിരിക്കാണ്. പക്ഷെ രാവിലെ ആയാലാണ് ഒരു വരുള്ളൂ. അപ്പൊ രാവിലെ ആയിട്ടില്ലേ? അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകുന്നു. നമ്മൾ ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളതെന്താ കട്ട്ലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇതാ സെറ്റായി. അങ്ങനെ ഫിഷ് കറിയായി, ബീഫായി. ഇനി ബിരിയാണീൻ്റെത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം പണികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നടന്നുകൊണ്ട്. പാപ്പുവിന് നമുക്കൊക്കെ നോമ്പായതുകൊണ്ട് പാപ്പുവിന് പഴവും മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ പാപ്പു?
ഇന്ന് ഞങ്ങൾ ബീഫ് ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായി. കാരണം ഞങ്ങൾ ഇതിൽ അധികം സ്പൈസസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതേപോലെ ആ ബീഫ് വേവിച്ചിട്ടുള്ള ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. സ്നാക്സ് നമ്മൾ പിന്നെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായത് ഒരു 4 മണിക്ക് ശേഷം കേട്ടോ. കാരണം ആ ഒരു ചൂടോടെ തന്നെ ബാങ്കൊക്കെ കൊടുക്കുമ്പോഴേക്കിനും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി എല്ലാ സംഭവങ്ങളാണ് ആദ്യം ഉണ്ടാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു തരിക്കഞ്ഞും കൂടി ഉണ്ടാക്കി കേട്ടോ. ഇനി ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കിനും എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ, നമ്മളെ സ്നാക്സൊക്കെ. ഉപ്പാണ് മധുരം കുറവാണ്ടോ? ഉപ്പാണ് എന്താ പ്രശ്നം? ഈ കളിച്ചേക്കണ്ടേ? നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും നിസ്കരിക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഒന്ന് ഒരുമിച്ചാണ് നിസ്കരിക്കുന്നതൊക്കെ. അതൊന്നുമല്ല, കുടിക്കോ. അപ്പോൾ എല്ലാവരെയും നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ബിരിയാണിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വേണ്ടത്. അപ്പം ഓരോരുത്തരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇനിതാ ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കിട്ടിയപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നമുക്ക് താക്കോല് ഒളിപ്പിക്കണ്ടേ? ജഗദീശ അമ്മ വന്ന് നിസ്കരിച്ചിട്ട് ബൈ ബൈ. തറാവി. Okay, bye bye.
കുറച്ച് പേരായിരിക്കും അതിന് അല്ല അതിന് ഫോട്ടോ എടുത്ത് വെച്ചാല് മലയാളം ചോദിക്കാം അത് കാല് തൊട്ട് മലയാളം മലയാളം ചോദിക്കും. കാല് തൊട്ട്